അങ്ങനെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? ഞാൻ കാലിക്കറ്റാണ് പ്രോപ്പറായിട്ടുണ്ടായിരുന്നത്. 7 വർഷമായിട്ട് ഞാൻ വയനാട്ടിലാണ്. ഞാൻ മലപ്പുറം വെള്ളുവമ്പ്രം. ബാച്ച്മേറ്റ്സ് ആണ്. അതെ അതെ. ഒരുപക്ഷെ ഒരിക്കലും കാണാൻ ചാൻസ് ഇല്ലാത്ത രണ്ടുപേരാണ്. ഇപ്പം പുതിയ കുറച്ച് കമ്മ്യൂണിറ്റിനെ കിട്ടി, പുതിയ കുറച്ച് ആൾക്കാരെ കിട്ടി. ഇപ്പം ഈ ഒരു ബ്രേക്ക് ഇപ്പൊ രണ്ടുപേരും അത്യാവശ്യം ബ്രേക്ക് എടുത്തിട്ടായിരിക്കും നമ്മുടെ ECBC ജോയിൻ ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാണ് ഇതിനെ പറ്റി അറിഞ്ഞത്? ഞാൻ ആഡ് ത്രൂ ആണ് അറിഞ്ഞത്. ഫേസ്ബുക്കിൽ ആഡ് കണ്ടിട്ടാണ് അറിഞ്ഞത്. കുറെ എക്സ്പെക്ട് ചെയ്തിട്ടേക്കാരം വന്നിട്ടുണ്ടാവാം. ഒരു ബ്രേക്ക് എടുത്ത് എനിക്ക് ഇന്നതാവണം, എനിക്കിതാവണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വന്നതാ. അപ്പം ആ ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. നമ്മൾ മെയിൻലി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂളിൽ കിട്ടാത്തൊരു വേറൊരു എന്താ വൈബാണ് നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് കിട്ടുന്നത്. ടീച്ചേഴ്സിൻ്റെ ആയാലും എക്സ്ട്രീം ആയിട്ടുള്ള ലവാണ് നമുക്ക് ആ ഒരു കിട്ടുന്നത്. ഒക്കെ നല്ലോണം അനുഭവിച്ചു. ആ സമയത്ത് ഫ്ലഡും കാര്യങ്ങളൊക്കെ വന്ന സമയത്തൊക്കെ ഇവർ നല്ല സപ്പോർട്ടായിരുന്നു. എന്നു വെച്ചാൽ ആ ഒരു വൈവൊക്കെ വരുന്ന സമയത്ത് ഇവർക്കൊക്കെ ഫ്ലഡ് ആയിരുന്നു. വൈവന്റെ എക്സാമിന്റെ സമയത്തൊക്കെ. അപ്പം ചിലപ്പോണ്ടല്ലോ ഒരുപാട് പേര് പറയുന്ന സാധനമാണ് ഓൺലൈൻ വേറെ ഓഫ്ലൈൻ വേറെ. ഓഫ്ലൈനിൽ കിട്ടുന്ന ആ ഒരു ബോണ്ട്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ആ ഒരു രസം ക്ലാസ് നമുക്ക് ഓൺലൈനിൽ കിട്ടൂലെന്ന് അതിൽ ഇപ്പം വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഓൺലൈനും എടുത്ത ആളാണ്. ഇവിടുത്തോ ECPC ഓൺലൈൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പുറത്ത് ഓഫ്ലൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഓഫ്ലൈനും ഓൺലൈനും തമ്മിൽ കമ്പാരിറ്റീവ്ലി പൊതുവെ താത്തി പറയുന്ന ഓൺലൈനിലാണ് നമുക്ക് ഇങ്ങനെ നമുക്ക് ആൾക്കാരെ. നമ്മൾ ഇവിടെ വരുന്നതിന്റെ മുന്നേ വരെ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ ECBC കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ മൊത്തം നമ്മളെ എക്സ്പെക്ടേഷൻസ് ഒക്കെ മാറി. ആ ജഡ്ജ്മെന്റ്സ് എല്ലാം നമുക്ക് പാരന്റ്സിനെ സീ ചെയ്തിട്ട് പിള്ളേരെ പഠിപ്പിക്കണം. അപ്പം പാരന്റിന് അറിയാം നമ്മൾ എന്താ കുട്ടീനെ പഠിപ്പിക്കുന്നേ എന്നുള്ളത് അവർക്ക് കൺഫേം ആയിട്ട് കൊടുക്കാം. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് കുട്ടികൾ പോയി പറഞ്ഞാലേ അറിയുള്ളൂ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐ ടു ഐ കോണ്ടാക്ട് ഉണ്ടാവും. ആ സ്നേഹം, ആ വൈബ്, ആ കുട്ടികളിലുള്ള സ്നേഹം നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടും. അവർക്കായാലും അത് ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഹൗസ് വൈഫ് ആയിരുന്നു. അതെ അതെ, രണ്ടുപേരും. ഹൗസ് വൈഫ് എന്നുള്ള ഒരു ടൈറ്റിലിന് മാറിയിട്ട് ഇനി അങ്ങോട്ട് ടീച്ചേഴ്സ് ആണ്. ഇപ്പൊ ഓൾറെഡി ടീച്ചേഴ്സ് ആണ് നിങ്ങൾ. അപ്പൊ ഈ ഒരു മൊമെന്റിൽ ഒരു സെൽഫ് പ്രൗഡ് ഉണ്ടാവും. കാരണം ഞാനത് അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചു, ഞാനത് അച്ചീവ് ചെയ്തു. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന കുറെ പേരുണ്ടാവും, ലൈക്ക് ഇനി എന്താ ചെയ്യാ, എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിനോട് എന്താ പറയുന്നത് ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ? തീർച്ചയായിട്ടും ഇവിടെ വരണം തന്നെയാണ്. നമ്മൾ അച്ചീവ് ചെയ്തതൊക്കെ വലിയ ദൂരത്തല്ലാതെ തന്നെ കിട്ടാൻ ചാൻസ് ഉള്ള സംഭവമാണ്. അപ്പം എങ്ങനെയാലും ഇവിടെ വന്നാൽ ഓഫ് കോഴ്സ് നല്ലതാണ്. 30 എബോവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ തിങ്കിലേക്ക് ഓട്ടോമാറ്റിക് അത് വരും. നമുക്ക് എന്തെങ്കിലും ആവണം എന്നുള്ളത് വരും. അപ്പോൾ ഇങ്ങനത്തെ കോഴ്സൊക്കെ ചെയ്യുക, അതിനെപ്പറ്റി എക്സ്പീരിയൻസ് ചെയ്യുക. രണ്ടുപേരും 30+ ആണ്. അതെ അതെ. If I can do it, anyone can do it, right? Yes, definitely. Thank you.